റിലീസിന് മുന്നേ റെക്കോർഡുകൾ ഭേദിച്ചുവെന്ന ഹൈപ്പുമായി എത്തിയ എമ്പുരാൻ ഒട്ടും നിരാശപ്പെടുത്തിയില്ല എന്നാണ് ആദ്യ സൂചനകൾ. ഹോളിവുഡിൽ നിന്നുൾപ്പെടെ വമ്പൻ താരനിരയുമായി എത്തിയ എമ്പുരാൻ റിലീസും ബുക്കിംഗുമായി പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു. എമ്പുരാൻ സിനിമയുടെ ഓരോ അപ്ഡേറ്റും ട്രെൻഡിങ്ങുമായിരുന്നു. ആദ്യ ഷോ പൂർത്തിയായപ്പോൾ എമ്പുരാൻ കണ്ടവരിലെല്ലാം ആവേശം ബാക്കിയുണ്ടായിരുന്നു. പാൻ ഇന്ത്യൻ അല്ല, ഒരു ഇന്റർനാഷണൽ വേൾഡ് പടം, ഒരു ഹോളിവുഡ് പടം കണ്ടിറങ്ങിയ ഫീൽ. ലൂസിഫറിനെ പോലെ തന്നെ അത്ര ലെവലിൽ എത്തിച്ചു. മലയാളത്തിൽ ഇതുപോലെ ഒരു ബഡ്ജറ്റ് പടം എടുത്തിട്ടില്ല. സൂപ്പർ, ഇത് 300 കോടിക്ക് മേളിൽ പോകും. ഫൈറ്റ് സീക്വൻസ് ഒക്കെ എക്സ്ട്രീം ലെവലാണ്, ബോളിവുഡ് ലെവലിൽ എടുത്ത് വെച്ചേക്കുന്നത്. ആരാണ് ഖുറൈഷി അബ്രാം? ലൂസിഫർ ബാക്കി വെച്ച ചോദ്യമായിരുന്നു ഇത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ആരാധകർ ആവേശത്തോടെ കാത്തിരുന്നത്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലൂസിഫർ ബാക്കി വെച്ച നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നായിരുന്നു ആരാധകരുടെ മറുപടി. Even the trailer met the expectation. The movie is like on another level. What did you like in the movie? Obviously Mohanlal sir. മാർച്ച് 27 ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ റിലീസ് ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ വരെ വന്നിരുന്നു. ഒടുവിൽ ബുക്കിംഗ് ആരംഭിച്ചപ്പോഴുണ്ടായത് ചരിത്ര നേട്ടമായിരുന്നു. ബുക്കിംഗ് ഓപ്പണായി ആദ്യ മണിക്കൂറിൽ വിറ്റഴിച്ചത് 96,140 ടിക്കറ്റുകളാണ്. സെർവറുകളെ വരെ ക്രാഷ് ആക്കിയ ടിക്കറ്റ് ബുക്കിംഗ് ആയിരുന്നു. ഒരു ഇന്ത്യൻ സിനിമ പ്രീ സെയിലിൽ ആദ്യ മണിക്കൂറിൽ നേടുന്ന ഏറ്റവും ഉയർന്ന ബുക്കിംഗ് ആയിരുന്നു ഇത്. വമ്പൻ പാൻ ഇന്ത്യൻ സിനിമകളായ പുഷ്പ 2, ജവാൻ, ലിയോ, സലാർ തുടങ്ങിയവയെ മറികടന്നാണ് എമ്പുരാൻ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഷാരൂഖ് ഖാൻ നായകനായ ജവാനായിരുന്നു ഇതിനു മുന്നേ ആദ്യ ദിന അഡ്വാൻസ് ബുക്കിംഗിൽ മുന്നിട്ട് നിന്നിരുന്നത്. 85,000 ടിക്കറ്റുകളായിരുന്നു ജവാൻ വിറ്റിരുന്നത്. രണ്ടാം സ്ഥാനം വിജയ് ചിത്രം ലിയോയ്ക്കായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 82,000-ൽ കൂടുതൽ ടിക്കറ്റുകളാണ് ചിത്രം വിറ്റിരുന്നത്. ശേഷം കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പുഷ്പ 2 ആണ്. 80,000-ഓളം ടിക്കറ്റുകളാണ് പുഷ്പ വിറ്റത്. എന്നാൽ ഈ റെക്കോർഡുകളെല്ലാം എമ്പുരാൻ തകർത്തെറിഞ്ഞത് 1 മണിക്കൂറിലായിരുന്നു. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? ആദ്യ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തവർ പറയുന്നത് സിനിമയുടെ സസ്പെൻസ് നശിപ്പിക്കരുതെന്ന് മാത്രമാണ്. വരും ദിവസങ്ങളിൽ സിനിമയ്ക്ക് നിരവധി പേരാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ആവേശം തല്ലിക്കെടുത്തുന്ന രീതിയിൽ റിവ്യൂ ചെയ്യരുതെന്നും പ്രേക്ഷകർ പറയുന്നു. ഫാൻ ഷോകൾ ഉൾപ്പെടുത്താതെ ബുക്കിംഗ് തുടങ്ങി 8 മണിക്കൂറിനുള്ളിൽ 7.4 കോടിയായിരുന്നു എമ്പുരാന്റെ പ്രീ സെയിൽ കളക്ഷൻ. ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി പ്രേക്ഷകർ തിയേറ്റർ കൗണ്ടറിലേക്ക് ഓടുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു. ഒട്ടുമിക്ക തിയേറ്ററുകളിലും എമ്പുരാൻ തന്നെയാണ് ആദ്യ ഷോയായി ചാർട്ട് ചെയ്തിരിക്കുന്നത്. മോളിവുഡിലെ എക്കാലത്തെയും വലിയ ചിത്രമായി എത്തുന്ന എമ്പുരാൻ തമിഴ് സിനിമ കണ്ട ഏറ്റവും വലിയ ഹൈപ്പിലെത്തിയ ലിയോയേക്കാൾ 3 ഇരട്ടിയാണ് ഇമ്പാക്ട് ഉണ്ടാക്കിയത്. മൾട്ടിപ്ലക്സ് ശൃംഖലയിൽ നിന്ന് ശക്തമായ സപ്പോർട്ടും എമ്പുരാൻ ഉണ്ടായിരുന്നു. ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രമാണ് എമ്പുരാൻ. സാധാരണ സ്ക്രീനുകളേക്കാൾ ക്ലാരിറ്റിയും ഉയരവുമുള്ള സ്ക്രീനുകളുള്ള ഹൈ റെസല്യൂഷൻ ലാർജ് ഫോർമാറ്റിലുള്ള ചിത്രങ്ങളാണ് ഐമാക്സിൽ സാധ്യമാവുന്നത്. അതായത് ഏത് സീറ്റിലിരുന്നാലും ഒപ്റ്റിമൽ വ്യൂ ആയിരിക്കും. എമ്പുരാന്റെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അതിന്റെ ആഡംബര നിർമ്മാണമാണ്. UK, US, UAE എന്നിവയുൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സ്ഥലങ്ങളിൽ ചിത്രീകരിച്ച ചിത്രം വിഷ്വലി റിച്ച് അനുഭവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ചിത്രത്തിന്റെ പ്രീസെയിൽ കണക്ക് പ്രാദേശിക അതിരുകൾക്കപ്പുറം മലയാള സിനിമയുടെ വളർന്നു വരുന്ന വിപണിയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. മാർച്ച് 30-ന് സൽമാൻ ഖാന്റെ സിക്കന്ദർ റിലീസ് ചെയ്യാനിരിക്കെ ഉത്തരേന്ത്യയിലേക്ക് എമ്പുരാനെ വ്യാപിക്കാനും സ്ക്രീൻ അലോക്കേഷനും ലഭിച്ചു. ലൂസിഫറിന്റെ വൻ വിജയം എമ്പുരാന് ശക്തമായ അടിത്തറ പാകിയെന്ന് തന്നെ പറയാം. 2019-ൽ പുറത്തിറങ്ങിയ ലൂസിഫർ അതിന്റെ ആകർഷകമായ കഥയും ശക്തമായ പ്രകടനങ്ങളും പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനം എന്നിവയാൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തിരുന്നു. മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന നിഗൂഢമായ കഥാപാത്രവും എമ്പുരാന് വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. പൊളിറ്റിക്കൽ ത്രില്ലറിന്റെ വളർച്ച എമ്പുരാന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതായിരുന്നു എന്നതിൽ തർക്കമില്ല. മോഹൻലാലിന്റെയും പൃഥ്വിരാജ് സുകുമാരന്റെയും കൂട്ടുകെട്ട് എന്നത് കൂടുതൽ ജനപ്രീതി നേടുന്നതാണ്. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ വ്യക്തിത്വമായ മോഹൻലാലും പ്രശസ്ത നടനും സംവിധായകനുമായ പൃഥ്വിരാജും ചേർന്ന് ഒരു ചലനമുണ്ടാക്കുന്നു. ഇത് ചിത്രത്തിന് വലിയ ആവേശം സൃഷ്ടിച്ചു. പൃഥ്വിരാജിന്റെ സംവിധാനത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രതീക്ഷകളും മോഹൻലാലിന്റെ ശക്തമായ സ്ക്രീൻ സാന്നിധ്യവും ആവേശം വർദ്ധിപ്പിച്ചു. ലൂസിഫറിന്റെ വിജയം പ്രേക്ഷകരുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ചെയ്തു. എമ്പുരാൻ തീർച്ചയായും കാണേണ്ട ചിത്രം എന്നാക്കി മാറ്റി. But answer this one question. Who are you really? Lucifer.